എല്ലാ കാര്യവും നമ്മൾ അതാത് സമയത്ത് ചെയ്യുക, അല്ലെങ്കിൽ ഇതുപോലെ ലാസ്റ്റ് മിനിറ്റിലെല്ലാം ചെയ്യേണ്ടി വരും. എൻ്റെ ഒരു പ്രശ്നം അതാണ്. ഞാൻ സ്കൂൾ ഓപ്പണിന് മുമ്പ് തന്നെ ഈ ബുക്സൊക്കെ ഒന്ന് കവർ ചെയ്ത് വെക്കണമെന്ന് വിചാരിച്ചതായിരുന്നു. അങ്ങനെ പിന്നെ ആവട്ടെ ഈ ടൈം ഉണ്ടല്ലോ ഒന്ന് മാറ്റി വെച്ച് അറ്റ് ലാസ്റ്റ് ഫൈനലി സ്കൂൾ റീഓപ്പണിൻ്റെ അന്ന് രാത്രി തന്നെ എനിക്ക് ബുക്സൊക്കെ കവർ ചെയ്യേണ്ടി വന്നു. അതൊരു ഇരട്ടി പണിയായി തോന്നി. അന്ന് രാത്രി ഒറ്റ ഇരിപ്പിന് തന്നെ എല്ലാ ബുക്സൊക്കെ ഒന്ന് കവർ ചെയ്യുമ്പോൾ എനിക്ക് ഓൾറെഡി ബാക്ക് പെയിനൊക്കെ ഉള്ളതാണ് കേട്ടോ. അപ്പോൾ ഒത്തിരി സമയം ഇങ്ങനെ ഇരുന്നിട്ട് എനിക്ക് നല്ല ബാക്ക് പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ ഒരു കാര്യം ഞാൻ കുറച്ചുകൂടി എൻജോയ് ചെയ്ത് ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം ഇതൊക്കെ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുന്ന ടൈമിൽ ബുക്സൊക്കെ ഒന്ന് കവർ ചെയ്തായിരുന്നു. കോളേജ് ടൈമിൽ ബുക്സ് ഒന്നും കവർ ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് സ്കൂൾ ടൈമിലാണ് ഈ ബുക്സൊക്കെ ഒന്ന് കവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷം ഞാൻ എൻ്റെ മോന് വേണ്ടിയാണ് ബുക്സൊക്കെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ കവർ ചെയ്യുമ്പോൾ പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഓർത്തിട്ടൊക്കെ ആയിരിക്കും. കാരണം പണ്ട് നമ്മുടെ പാരൻസ് ആയിരിക്കും നമുക്ക് ബുക്കൊക്കെ ഒന്ന് കവർ ചെയ്ത് തരുന്നത്. ഞങ്ങളൊന്ന് കുറച്ച് വലുതായപ്പോഴത്തേക്ക് നമ്മൾ തന്നെയാണ് ബുക്സൊക്കെ ഒന്ന് കവർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. എനിക്കത്ര പെർഫെക്റ്റ് ആയിട്ടൊന്നും കവർ ചെയ്യാനൊന്നും അറിയില്ല. എന്നാലും നീറ്റായിട്ട് കവർ ചെയ്യണം എന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ അത്യാവശ്യം നീറ്റായിട്ടൊക്കെ തന്നെയാണ് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. വേറെ കുറേ ഈസി മെത്തേഡ്സിലൊക്കെ ചിലരൊക്കെ ഇങ്ങനെ കവർ ചെയ്യും. പക്ഷേ ഞാൻ അതൊക്കെ ചെയ്യുവാണെങ്കിൽ അത്ര ഫ്ലോപ്പായി പോകുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. പിന്നെ എനിക്ക് അതൊരു ഇരട്ടി പണിയായിട്ട് തോന്നും. അതുകൊണ്ട് എനിക്കറിയുന്ന രീതിയിലൊക്കെയാണ് ഞാൻ കവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ വർഷം എനിക്ക് പറ്റിയൊരു അബദ്ധം ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ. ഞാനിങ്ങനെ ബുക്സൊക്കെ ഇങ്ങനെ കവർ ചെയ്ത ശേഷം നെയിം സ്ലിപ്പിൽ പേര് എഴുതുവാണ്. ഞാൻ അറിയാണ്ട് എൻ്റെ പേര് എഴുതിപ്പോയി. കാരണം പണ്ടത്തെ ആ ഒരു ഓർമ്മയിൽ ഞാൻ ഇങ്ങനെ കവർ ചെയ്ത് നെയിം സ്ലിപ്പൊക്കെ ഒട്ടിച്ചിട്ട് ഞാൻ ആ സ്കൂളിൽ പഠിക്കുന്ന പോലെയാണ് ഞാൻ നെയിം സ്ലിപ്പിൽ എൻ്റെ പേരൊക്കെ എഴുതിയത്. അതിനുശേഷം ഞാൻ ഓർക്കുന്നത് എൻ്റെ ബുക്ക് അല്ലല്ലോ എൻ്റെ മോൻ്റെ ആണല്ലോ എന്ന്. അങ്ങനെ ഞാൻ ആ നെയിം സ്ലിപ്പൊക്കെ മാറ്റിയിട്ട് അതിൻ്റെ പുറത്തുള്ള വേറൊരു നെയിം സ്ലിപ്പ് ഒട്ടിച്ചിട്ട് ജോർഡൻ സവിൻ ചെയ്യുന്ന എൻ്റെ മോൻ്റെ പേര് എഴുതിയിട്ടുണ്ടായിരുന്നു. ഇതുപോലെ അബദ്ധങ്ങളൊക്കെ ആർക്കെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. UKG പഠിക്കാൻ എൻ്റെ മോനിന് എന്തോരം ബുക്സാണ് പഠിക്കാനുള്ളത്. ഈ ബുക്സൊക്കെ കണ്ടിട്ട് അവനോട് പറയണം, മമ്മി എനിക്ക് ഇത്രയും പഠിക്കാനൊക്കെ ഉണ്ടോ എന്ന്. അപ്പോൾ ഞാൻ പറയുകയാണ് ഇതുപോലെ തന്നെയായിരുന്നു മമ്മിയും പഠിച്ചു വന്നിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അവനെ ആശ്വസിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചോക്കൂട്ടൻ ഈ വർഷം മുതൽ പുതിയ സ്കൂളാണല്ലോ. അപ്പോൾ ഇന്നലെ സ്കൂളിലൊക്കെ പോയിട്ട് വന്നപ്പോൾ ആൾ കുറച്ച് ഹാപ്പിയൊക്കെ ആയിരുന്നു. അവന് ആ സ്കൂളൊക്കെ ഒന്ന് സെറ്റായി പുതിയ ഫ്രണ്ട്സിനെ കിട്ടിയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചോക്കൂട്ടൻ അങ്ങനെ പുതിയ സ്കൂളിൽ അവൻ ഹാപ്പിയായിട്ട് പോകുന്നുണ്ട്. KG മാത്രമാണ് ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നത്. LKG തൊട്ട് ആൾ ഭയങ്കര ഹാപ്പിയാണ് സ്കൂളിൽ പോകാനൊക്കെ. അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അപ്പോൾ എന്തൊക്കെയുണ്ട് വേറെ വിശേഷങ്ങൾ? നിങ്ങളുടെ മക്കളൊക്കെ സ്കൂളിലൊക്കെ പോയി തുടങ്ങിയോ? സ്കൂളിൽ പോയിട്ട് വിശേഷങ്ങളൊക്കെ വീട്ടിൽ വന്ന് പറയാറുണ്ടോ? എൻ്റെ ഒരു ക്യൂരിയോസിറ്റി കാരണം ജോക്കൂട്ടൻ സ്കൂളിൽ നിന്ന് വന്ന പാടെ ഞാൻ സ്കൂളിലെ വിശേഷമൊക്കെ ചോദിക്കും. പക്ഷെ അവനൊന്നും പറയില്ല. രാത്രി കിടക്കാൻ സമയത്തായിരിക്കും അവൻ ഇങ്ങനെ ഓരോ വിശേഷങ്ങളൊക്കെ പറയുന്നത് കേട്ടോ. സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.